ഇന്ന് എൻ്റെ രജപ 27 നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വീഡിയോ കേട്ടോ. ക്ലാസ് ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്നു, ഒട്ടും വയ്യാത്തതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അടുക്കളയിൽ. അന്ന് വെച്ചാൽ ഉമ്മച്ചി കട്ട്ലേറ്റിനുള്ള സെറ്റപ്പ് റെഡിയാക്കി തന്നു, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. എൻ്റെ പണി എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കൽ, എഗ് യോക്ക് ഉണ്ടാക്കൽ, പിന്നെ അത് പൊരിച്ചെടുക്കൽ, അത്രയൊക്കെ ഉള്ളായിരുന്നു. നോമ്പ് രാവിലെ അത്യാവശ്യം നല്ല ക്ഷീണമായിരുന്നു ഉച്ച വരെ. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഉഷാറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തു, അതിനകത്തൊരു നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ടേബിളിലോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു കേട്ടോ. അവിടെ ഇരുന്ന് തന്നെ വെള്ളം കുടിച്ചു, എൻ്റെ സീറ്റിൽ പോയി ഇരിക്കലൊന്നും നോക്കിയില്ല. ഈ നോമ്പായിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് കഴിക്കുന്നത് കേട്ടോ. റമദാനിലെ നോമ്പാണെങ്കിൽ മാത്രം കേട്ടോ നമ്മുടെ ടേബിൾ നിറയുള്ളൂ. അപ്പം നോമ്പ് ഇരുന്നപ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. ഈത്തപ്പഴമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് പാൽ ചായ കുടിച്ചു, പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് കട്ട്ലേറ്റ് ഒരെണ്ണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെ മിഠായി കിട്ടി അതൊക്കെ കാത്തു വെക്കണമല്ലോ, അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു സിപ്പപ്പ് കഴിച്ചു. 4 സിപ്പപ്പ് ഞാൻ അല്ലാട്ടോ കുടിച്ചായിരുന്നു, 3 പോയി, ഒരെണ്ണമാണ് എനിക്ക് കിട്ടിയുള്ളൂ. അത് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വന്ന് പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പത്തിരി കഴിക്കാൻ സമയം കേട്ടോ. പത്തിരി കഴിക്കുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യം ഈ ഒരു സമയമാകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആട്ടോ എൻ്റെ രജപ 27 വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ.